നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നിട്ടുണ്ട്. പടിയിറങ്ങുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് 5 വർഷം സംഘടന ഏൽപ്പിച്ച ഭാരിച്ച ഉത്തരവാദിത്വം. കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഏഷ്യയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ 21 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ തലസ്ഥാനത്തിന്റെ മേയർ പദവിയിലേക്ക് അവരോധിച്ചുകൊണ്ട് ഇടതുപക്ഷം സൃഷ്ടിച്ച ഒരു വലിയ ചരിത്രമായിരുന്നു. ആ ചരിത്രം പ്രായത്തിനതീതമായ പക്വത കൊണ്ടവർ നേരിട്ടു. പ്രായം കൊണ്ട് 21 വയസ്സുകാരിയാണെങ്കിലും ആ പദവിയിൽ അവരുടെ പെരുമാറ്റം കൊണ്ടും അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള കഴിവുകൾ കൊണ്ടും അവർ പ്രായത്തിന് അതീതമായിട്ടുള്ള ഭരണ നൈപുണ്യം കാഴ്ചവെച്ചു. ആ ഭരണ നൈപുണ്യം തന്നെയാണ് പല തരത്തിലുള്ള വിവാദത്തിനും ഇടയാക്കിയത്. ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം വരും കാലങ്ങളിലെ ഒരു മികച്ച വനിതാ ലീഡറാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ ചില സംഘപരിവാർ മനസ്സുള്ള മാധ്യമ പ്രവർത്തകർ സൃഷ്ടിച്ച വിവാദങ്ങൾക്കപ്പുറം എന്തായിരുന്നു ആര്യ രാജേന്ദ്രന്റെ ഭരണ മികവെന്ന് തലസ്ഥാനത്ത് കൂടി സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അനുഭവവേദ്യമാകുന്ന കാര്യമാണ്. അത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. തലസ്ഥാനത്ത് കൂടി സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിക്കും തിരുവനന്തപുരം നഗരസഭയിലെ മാറ്റങ്ങൾ എന്താണെന്ന് അവരുടെ ദൃഷ്ടിയാൽ തന്നെ കണ്ട് അനുഭവിക്കാവുന്ന കാര്യമാണ്. ആ നിലയ്ക്കാണ് പടിയിറങ്ങുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രന്റെ കുറിപ്പ് കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. ആ കുറിപ്പ് നാട് കേൾക്കണം. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കുറിപ്പാണ്. കുറച്ച് നീണ്ടുപോയതാണെങ്കിലും അത് കൃത്യമായി ജനം അറിയേണ്ടത് തന്നെയാണ്. ഇങ്ങനെയാണ് ആ കുറിപ്പ്. പ്രിയമുള്ളവരെ, ഞാൻ ജനിച്ചു വളർന്നത് ഒരു സാധാരണ കുടുംബത്തിലാണ്. തൊഴിലാളിയായ അച്ഛൻ, അമ്മ, ചേട്ടൻ എന്നിവർ അടങ്ങുന്ന കുടുംബം. കുടുംബ സാഹചര്യം, അച്ഛന്റെയും അമ്മയുടെയും ഉയർന്ന രാഷ്ട്രീയ ബോധം തുടങ്ങിയ നിരവധി കാരണങ്ങൾ കൊണ്ട് ഞാനും ചേട്ടനും ഓർമ്മ വെച്ച കാലം മുതൽ ബാലസംഘം പരിപാടികളിൽ, സാധ്യമായ പാർട്ടി പരിപാടികളിലും അവരോടൊപ്പം പങ്കെടുക്കുമായിരുന്നു. എന്റെ ബാല്യ കൗമാര കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരു സാധാരണ കുടുംബം എന്ന നിലയിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികൾ ഉൾപ്പെടെ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ പഠനകാലം മുതൽ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോഴും അച്ഛനും അമ്മയും ഒരിക്കൽ പോലും ആ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടത് ചെയ്യാതിരുന്നിട്ടില്ല. വാടക വീട്ടിലെ പരിമിതമായ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത്. എന്നിലെ രാഷ്ട്രീയത്തെ പാകപ്പെടുത്തുന്നതിൽ ആ ജീവിതം നൽകിയ പാഠങ്ങൾ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നുമുണ്ട്. മുന്നിൽ വരുന്ന മനുഷ്യന്റെ മുഖം വാടിയിരിക്കുന്നതിന്റെ കാരണം വിശന്നിട്ടാണോ വിഷമിച്ചിട്ടാണോ എന്ന് തിരിച്ചറിയാൻ എന്നെ പഠിപ്പിച്ചത് ആ ജീവിതമാണ്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി എന്നെ തീരുമാനിക്കുമ്പോൾ എന്റെ പ്രായം 21 വയസ്സാണ്. കോളേജ് പഠനവും സൗഹൃദവുമായി സംഘടനാ ഉത്തരവാദിത്വത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് തന്നെ അത്ര സുപരിചിതമായ കാര്യമായിരുന്നില്ലെങ്കിലും മുൻപ് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സ്ക്വാഡ് പ്രവർത്തനത്തിനും സ്ഥാനാർത്ഥിയോടൊപ്പം പോയ പരിചയമുണ്ട്. പക്ഷെ കൂട്ടത്തിലെ ചെറിയ കുട്ടികളായ ഞങ്ങളെ ആളുകൾ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരായി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് എല്ലായ്പ്പോഴും സംശയമാണ്. അങ്ങനെ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ, മുടവൻമുകളിലെ സഖാക്കളുടെ ശക്തമായ പ്രവർത്തനം, കൃഷ്ണൻ സഖാവിന്റെ നേതൃത്വം, ജനങ്ങളുടെ സ്നേഹം, പിന്തുണ എല്ലാം കൊണ്ട് ചരിത്രമുറങ്ങുന്ന മുടവൻമുകളിന്റെ മണ്ണിൽ ഞാൻ വിജയിച്ചു. 2020 ഡിസംബർ 21 കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പതുക്കെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. പിന്നീടാണ് പാർട്ടി കമ്മിറ്റികൾ ചേർന്ന് മേയറായി ചുമതല നൽകിയത്. ജീവിതത്തിൽ ഈ 5 വർഷം എന്നെ സംബന്ധിച്ച് അതിപ്രധാനമാണ്. ഇനി ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഈ കാലഘട്ടത്തിനിടെ ഞാൻ നേടിയിട്ടുണ്ട്. വ്യക്തി അധിക്ഷേപം മുതൽ നട്ടാൽ കുരുക്കാത്ത നുണകളുടെ കോട്ടകളെല്ലാം തകർത്ത് ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ സംരക്ഷിച്ചതും എന്റെ പാർട്ടി എന്നെ ചേർത്ത് നിർത്തിയതും ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. എത്രയോ ജീവിത സാഹചര്യങ്ങൾ, എത്രയോ കരുതലുകൾ, എത്രയോ സ്നേഹബന്ധങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയ നിമിഷങ്ങൾ ഈ 5 വർഷങ്ങൾക്കിടയിലുണ്ട്. നാം അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളെക്കാൾ പ്രയാസമേറിയ ജീവിത സാഹചര്യങ്ങളിലെ മനുഷ്യരെ കണ്ടെത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന തീരുമാനങ്ങൾ തുടങ്ങി എണ്ണിയാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും അഭിപ്രായവും നിർദ്ദേശവും കേട്ട് ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന നിലവാരത്തിലേക്ക് നഗരത്തെ ഉയർത്താൻ സാധിച്ചു. രാജ്യത്ത് ആദ്യമായി സുസ്ഥിര വികസനത്തിനുള്ള UN ഹാബിറ്ററ്റ് അവാർഡ് നമ്മുടെ നഗരത്തിന് ലഭിക്കുമ്പോൾ എന്റെ പേരിനൊപ്പം തിരുവനന്തപുരം ഇന്ത്യ എന്ന് വിളിച്ചത് ഇപ്പോഴും അഭിമാനത്തോടെ ഓർക്കുകയാണ്. മികച്ച നഗരസഭ എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും തുടങ്ങി വിവിധ അവാർഡുകൾ ചരിത്രത്തിലാദ്യമായി നമ്മുടെ നഗരത്തിന് നേടാനായി. അതിന് നേതൃത്വം നൽകാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നതിൽ അഭിമാനമുണ്ട്. രാഷ്ട്രീയത്തിലെ ഏറ്റവും തെറ്റായ വ്യാജ പ്രചരണവും ആക്ഷേപവും പരിഹാസവും ഒക്കെ പ്രചരിപ്പിച്ച
ഈ കാലഘട്ടത്തിൽ നഗരത്തിലെ 4 വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ അഭിമാനാർഹമായ വിജയം നേടി എന്നത് എന്നും ഓർക്കുന്ന ചരിത്ര മുഹൂർത്തമാണ്. ഡെപ്യൂട്ടി മേയർ സഖാവ് PK രാജു നൽകിയ പിന്തുണയ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരു മകളെപ്പോലെ എന്നെ സ്നേഹിക്കുകയും മേയർ എന്ന നിലയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ബഹുമാനവും അംഗീകാരവും നൽകിയ അദ്ദേഹവും കൂടി ചേർന്നാണ് ഇതെല്ലാം സാധ്യമായത്. അദ്ദേഹം ഉൾപ്പെടെ ചെയർപേഴ്സൺമാരും കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. പ്രതിസന്ധികൾ മറികടന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഏറ്റവും വലിയ ഊർജം നൽകിയത് ഈ സർക്കാരാണ്. അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയാണ്. പ്രയാസങ്ങൾ തരണം ചെയ്യാൻ അദ്ദേഹത്തിനേക്കാൾ നല്ലൊരു ഉദാഹരണമുണ്ടെന്ന് തോന്നുന്നില്ല. യുവജനങ്ങൾക്ക് എത്ര പ്രാധാന്യം അദ്ദേഹം നൽകുന്നു എന്നതിന്റെ അനുഭവസ്ഥയാണ് ഞാൻ. തെറ്റുകൾ തിരുത്തുന്നത് പോലെ പ്രധാനമാണ് ശരിയായ വിഷയങ്ങളിൽ അഭിനന്ദിക്കുക എന്നിങ്ങനെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ച് സഹിക്കാൻ കഴിയാത്ത പ്രയാസം വന്നാൽ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് മുന്നോട്ടു പോകാൻ ഒരുപാട് ദൂരമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ ആ വലിയ മനുഷ്യനോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അനാവശ്യമായി അങ്ങനെ കയറി ചെല്ലേണ്ടി വന്നിട്ടില്ലെങ്കിലും അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന ധൈര്യം ചെറുതായിരുന്നില്ല. ഈ അവസരത്തിൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. മനസ്സുകൊണ്ടെങ്കിലും എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരോടും നന്ദി. ആരുടെയും പേര് വിട്ടുപോകാൻ പാടില്ലാത്തത് കൊണ്ട് പേരുകൾ പറയുന്നില്ല. സംസ്ഥാന പാർട്ടി നേതൃത്വം, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ, സഖാവ് MV ഗോവിന്ദൻ മാഷ്, ജില്ലയിലെ പാർട്ടിക്ക് നേതൃത്വം നൽകിയ സഖാവ് ആനാവൂർ നാഗപ്പൻ, സഖാവ് V ജോയ് എന്നിങ്ങനെ താഴെത്തട്ട് വരെയുള്ള ഓരോ സഖാക്കളോടും സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ എല്ലാ ഘടകകക്ഷികളോടും നന്ദി. മേയർ സെക്ഷൻ, മേയർ സെൽ എന്നിങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനം ഏറ്റെടുത്തവരെ നിങ്ങൾ എന്നും എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രായം കുറഞ്ഞ ഒരാളെ തലസ്ഥാനത്തിന്റെ മേയർ എന്ന പദവിയിലേക്ക് എത്തിച്ച എന്റെ പാർട്ടിയുടെ തീരുമാനത്തെ അനുകൂലിച്ചവരെയും പൊതു ഇടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രതിരോധം തീർത്ത ഒരുപാട് മനുഷ്യരെയും ഒരിക്കലും മറക്കില്ല. പൊതുരംഗത്ത് എന്റെ ആദ്യ പാഠശാലയായ എന്റെ ബാലസംഘത്തിന്റെയും സമരജീവിതത്തിന്റെയും കരുത്ത് പകർന്ന് എന്നിലെ ആത്മബലത്തെ ഉരുക്കുപോൽ ഉറച്ചതാക്കിയ എന്റെ SFIയിലെയും ഇന്നും എന്റെ രാഷ്ട്രീയത്തെ മൂർച്ചയുള്ളതാക്കി തീർക്കാൻ ആശയകരുത്തായ ഒപ്പമുള്ള എന്റെ DYFIയിലെയും പ്രിയങ്കരായ സഖാക്കൾക്കും ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് നഗരസഭയ്ക്കും പാർട്ടിക്കും സർക്കാരിനും പ്രതിരോധം തീർക്കുന്ന ഇന്നോളം നേരിൽ പോലും കണ്ടിട്ടില്ലാത്ത എന്റെ പ്രിയ സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ജനസമക്ഷം എത്തിക്കാൻ ചെറിയ ശ്രമം പോലും നടത്തിയ ഓരോ വ്യക്തിയെയും മാധ്യമപ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളോടും നന്ദി അറിയിക്കുന്നു. മുൻപത്തെക്കാൾ ഇന്ന് കുടുംബം വലുതായി. നേരത്തെ സൂചിപ്പിച്ച പ്രയാസങ്ങളോടെ വളർന്ന എനിക്ക് ആ പ്രയാസങ്ങളിൽ വിട്ടുപോകാത്ത ഒരു ജീവിത പങ്കാളിയുണ്ട്, ഒരു കുഞ്ഞുമുണ്ട്. കോഴിക്കോടും തിരുവനന്തപുരത്തുമുള്ള ഞങ്ങളുടെ കുടുംബങ്ങൾ നൽകിയ പിന്തുണയാണ് എന്നിലെ ജനപ്രതിനിധിയെ നിങ്ങൾക്കായി നൽകിയത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ നിന്നും 21 വയസ്സുള്ള പെൺകുട്ടി ഈ വലിയ നഗരത്തിന്റെ മേയറായി ചരിത്രം എഴുതുമ്പോൾ സാധാരണക്കാരന്റെയും തൊഴിലാളികളുടെയും പാർട്ടിക്ക് മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് ചരിത്രം പറയും. ഇനിയും സംഘടനാ പ്രവർത്തന രംഗത്ത് നിലവിലെ ചുമതലകൾ നിർവഹിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. പോരാട്ടം തുടരും. ഇതാണ് ആര്യയുടെ കുറിപ്പ്. ഹൃദയഭേദകമായ കുറിപ്പാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 5 വർഷത്തെ അവരുടെ പ്രവർത്തന മികവിനെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ആ കുറിപ്പിലുണ്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആര്യ രാജേന്ദ്രൻ എന്ന ഭരണാധികാരി എന്താണെന്നുള്ള കാര്യം. ആക്ഷേപിച്ചവരുടെയും പരിഹസിച്ചവരുടെയും ലക്ഷ്യം വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരുടെ കഴിവിനെയാണ്, അവർ വിശ്വസിക്കുന്ന ആശയത്തെയാണ്. അതിലൂടെ നാളുകളിൽ വരാൻ പോകുന്ന ഒരു മികച്ച നേതാവിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ്. അതിനെയെല്ലാം മറികടന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചുകൊണ്ടാണ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആര്യ പടിയിറങ്ങി പോകുന്നത്. ആ കാലഘട്ടം തലസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം ചരിത്ര മുഹൂർത്തമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ.